സുഹൃത്തുക്കളെ, ഇന്നൊരു തിങ്കളാഴ്ച വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. രാവിലെ ജിമ്മിന് പോകുമ്പോൾ തന്നെ ഫ്രണ്ട് ഒരു ട്രാക്ടർ കയറി പൊട്ടു. അത് മറികടന്ന് പോകാൻ കുറച്ചൊന്ന് പണിപ്പെട്ടു. പിന്നെ നേരെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ജിമ്മിലോട്ട്. ഒന്നാണ് കേട്ടോ നമ്മുടെ കാളവേല. അതിൻ്റെ കച്ചവടക്കാരൊക്കെ വന്നിട്ട് തകൃതിയായിട്ട് എല്ലാ ഷോപ്പുകളും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നേരെ പോയിട്ടൊരു നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറി. നൂൽപുട്ട് മുട്ട റോസ്റ്റാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഉണ്ടാകുന്ന ഡെയിലി അതിനെ കഴിക്കാറുള്ളത് കേട്ടോ. പിന്നെ നേരെ കയറി ജിമ്മിന്. പിന്നെ അവിടുന്ന് ബാൽക്കണിയിൽ കൂടെ നോക്കിയ സമയത്ത് മുളയങ്കമ്പലം നേരെ നല്ല മൊഞ്ചായി നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ കച്ചവടക്കാരും അതുപോലെ തന്നെ കുറേ പാർക്കുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒന്ന് പുഴയിൽ പോയിട്ട് കുളിക്കാന്നുള്ള മൈൻഡിൽ വന്നത് കേട്ടോ. പോണ സമയത്ത് നമ്മളെ കമാനത്തുകൾ പശുക്കളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ പുഴയിലോട്ട്. ഒരു സമയത്ത് ഇവിടെ നിന്ന് കയറിയ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നൊക്കെ അങ്ങനത്തെ ഇതിലേക്കുള്ള പുഴയ്ക്ക് എത്തുന്നുള്ളൂ. ആദ്യങ്ങളിൽ ഫുൾ ടൈം പുഴയിലായിരുന്നു. രാവിലെ ഏകദേശം ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ പുഴയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഇന്നലെ മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വൈബ് ചെയ്യുന്നുണ്ടെന്ന് കുളിക്കാനൊക്കെ. 2010 സമയത്തൊക്കെ ഒരു മണലൊനിക്ക് തകൃതി നടക്കുന്ന സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഒരു വേനൽക്കാലം ലാസ്റ്റിലേക്ക് ആകുമ്പോൾ ഒരു കലാശക്കൊട്ടുണ്ട് ഈ മഴവെള്ളം വരുന്നതിന് മുമ്പായിട്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ ഓർത്തു പോവാണ്. പിന്നെ നേരെ കുളിയൊക്കെ കയറി നേരെ പോകുന്ന സമയത്ത് നമ്മൾ അളിയാക്ക അവിടെ ഇരിക്കുന്നത്. നിൻ്റെ കണ്ട റെസ്പെക്റ്റ് കൊടുക്കണ മുണ്ടൊക്കെ താഴ്ത്തി കിട്ടു. പിന്നെ ആൾക്കാർക്കൊക്കെ പരാതിയാണ്, ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല, ഫുള്ള് ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്, വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ നേരെ വിട്ട് ഷോപ്പിലോട്ട്. മുളയങ്കാ റോഡിൻ്റെ അവസ്ഥ പറ്റിയ ശോചനീയായിക്കും കേട്ടോ. പിന്നെ നേരെ അവിടെ എത്തിയ സമയത്ത് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിൽ പോയ സമയത്ത് തന്നെ കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ടീഷർട്ടും പാൻസൊക്കെ പർച്ചേസ് ചെയ്തു. അവർ തൃശ്ശൂർ ടീമാണ് കേട്ടോ. ഒരു കാളവരൊക്കെ എന്താണ് മുകളിൽ കൂടി ഞാൻ സെൽഫി ഒക്കെ എടുത്തു. പിന്നെ വേറെ കസ്റ്റമർ ഒന്നും അവർ 5 സ്ലീവ് വരുത്തേ. പിന്നെ നേരെ പോയത് കൊപ്പത്തേക്ക് കേട്ടോ. അവർ മനീസിൻ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ. ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അതിൻ്റെ കൂടെ പപ്പടം കിട്ടും. പപ്പടവും ചമ്മന്തിയൊക്കെ കിട്ടിയിട്ട് കൂട്ടി കുഴച്ചടിച്ചു. അതിനുശേഷം നേരെ പള്ളിയിൽ കയറി നിസ്കരിച്ചു. പിന്നെ നേരെ മുളയങ്കാവ് റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞെങ്കിൽ വേഗം മുളയങ്കാവിലേക്ക് തന്നെ ഓടി.